അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഹവ്വ അയ്യൂബ്, തേർഡ് സെം, റോൾ നമ്പർ 121. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് അൽ മുദാഫ് വൽ മുദാഫ് ഇലൈഹി. അതായത് നമ്മൾ മലയാളത്തിൽ ഇൻ്റെ ഉടേ എന്നൊക്കെ പറയും. ഒരു വസ്തു ഒരു വസ്തുവിൻ്റേതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് വീടിൻ്റെ മുറ്റം അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ മകൾ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സാണ്. ലൈക്ക് അവളുടെ പുസ്തകം അല്ലെങ്കിൽ അവൻ്റെ വീട്, അവരുടെ സ്കൂൾ എന്നൊക്കെ പറയുന്നത്. അതായത് ഒരു വസ്തു വേറെ ഒരാളുടേതോ അല്ലെങ്കിൽ വേറൊരു വസ്തുവിൻ്റേതോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ്. അതെങ്ങനെയാണ് അറബിയിൽ പ്രയോഗിക്കുക എന്നുള്ളതാണ് പറയാൻ പോണത്. അതായത് മലയാളത്തിലുള്ള പോലെ ഇൻ്റെ ഉടേ അങ്ങനെ പ്രത്യേകം പ്രയോഗങ്ങളില്ല. അറബിയിൽ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അതായത് നമ്മൾ ഏത് വസ്തുവാണോ നമ്മൾ അതിൻ്റെ ഓണർഷിപ്പ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഈ പേന മുഹമ്മദിൻ്റെ ആണെന്ന് പറയുകയാണെങ്കിൽ ഈ പേന, ആ വേർഡിൻ്റെ അലിഫ് ലാമും തെൻവീനും ഒക്കെ കളയണം. അതായത് ഉദാഹരണം പറയാം, മുഹമ്മദിൻ്റെ മകൾ എന്ന് പറയുകയാണ്. അപ്പം ബിന്തു മുഹമ്മദിൻ, അതായത് അവിടെ അൽ ബിന്തുന്നോ ബിന്തുന്നോ ഒന്നും പറയരുത്. ഇനി വിചാരിക്കാം ഈ വസ്തു രണ്ടെണ്ണം ഉള്ളതാണ്. അതായത് ഒരു കുട്ടിയുടെ ഇരു കൈകൾ. അപ്പോൾ കൈകൾ എന്നുള്ളതിന് നമ്മൾ യദാനി എന്നാണ് പറയുക. അപ്പം ആ യദാനി എന്നുള്ളതിൽ നൂനും കളയണം. അതായത് നമ്മൾ സാധാരണ വേർഡ്സിൽ അലിഫ്ലാമും തെൻവീനും കളയുന്നത് പോലെ മുസന്ന ആയിട്ടുള്ള ഇരട്ടായിട്ടുള്ള വേർഡ്സ് ആണെങ്കിൽ അതിൽ നൂന് കളയുക. അപ്പോൾ യദാ അത്തിഫ്ലി എന്ന് കിട്ടും. ഇനി ജമ്മു മുദക്കർ സാലിമാണ്, ഒരു കൂട്ടം പുരുഷന്മാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ്. നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുഅല്ലിമൂന, അധ്യാപകർ. അപ്പോൾ എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് എന്ന് പറയണമെങ്കിൽ ആ മുഅല്ലിമൂനയിലെ നൂനും കളയണം. അപ്പോൾ ജമ്മു മുദക്കർ സാലിമാണെങ്കിൽ അതിൻ്റെ നൂനും കളയാം. അപ്പോൾ മുഅല്ലിമു മദ്രസത്തി എന്ന് കിട്ടും, എൻ്റെ സ്കൂളിലെ അധ്യാപകർ എന്നുള്ളത്. അതായത് ഇതിൻ്റെ ഖാഇദ അൽ മുദാഫു യുഹ്ദഫു തെൻവീനുഹു ഇൻദൽ ഇദാഫ. അതിൻ്റെ തെൻവീന് കളയും. ഇദാ കാന മുനവ്വിനൻ ഖബ്ലുഹു, അതിൻ്റെ അതിൻ്റെ മുൻപ് അതിന് തെൻവീൻ ഉണ്ടായിരുന്നെങ്കിൽ. വ തുഹ്ദഫു നൂനുഹു, അതിൻ്റെ നൂന് പോവും. ഇദാ കാന മുസന്ന ഇരട്ടയായിട്ടുള്ള വേർഡാണെങ്കിൽ. ഔ ജമ്മു മുദക്കർ സാലിം, ജമ്മു മുദക്കർ സാലിം ആണെങ്കിലും അതിൻ്റെ നൂന് പോവും. ഇനി നമ്മൾ അതായത് ആർക്കാണോ ഈ വസ്തു, അതായത് ആരുടേതാണോ അല്ലെങ്കിൽ എന്തിൻ്റേതാണോ ഈ വസ്തു എന്നുള്ള ആ വേർഡില്ലേ, അത് നമ്മൾ പറയാം മുദാഫ് ഇലൈഹി എന്നാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഉപയോഗിക്കുകയാണെങ്കിൽ മുഹമ്മദിൻ്റെ പേന എന്നുള്ളതിലെ മുഹമ്മദ്, ആ വേർഡിനെ നമ്മൾ മുദാഫ് ഇലൈഹി എന്ന് പറയും. ആ വേർഡ് എല്ലാ സമയത്തും ജറായിരിക്കും. അതായത് ഇതുവരെ പറഞ്ഞ ഉദാഹരണം തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബിന്തു മുഹമ്മദിൻ എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ യദാ അത്തിഫ്ലി, കുട്ടിയുടെ ഇരു കൈകൾ. അപ്പോൾ തിഫ്ലി എന്നാണ് പറയുക. അപ്പോൾ അതിനെപ്പോഴും ജറാക്കി കൊടുക്കണം. അപ്പോൾ ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്, അതായത് മുദാഫിലേഹി ജറാണല്ലോ, മുദാഫിൻ്റെ ഏറാബ് എന്താണെന്ന്. മുദാഫിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഏറാബില്ല. പകരം അത് സെൻറ്റൻസിൽ എവിടെയാണോ വരുന്നത് അതിനനുസരിച്ച് നമ്മൾ അതിനെ ഏറാബ് ചെയ്യാം. ഉദാഹരണം പറയാം. അതായത് മുഹമ്മദിൻ്റെ മകൾ പോയി എന്ന് പറയാണ്. അപ്പോൾ ആ സെൻറ്റൻസിൽ മുഹമ്മദിൻ്റെ മകൾ ഫായിലാണ്. അപ്പോൾ നമ്മൾ ഫായിലിന് മർഫുവാണ് നമുക്കറിയാം. അപ്പോൾ ദഹബ ബിന്തു, കാരണം ഫായിൽ മർഫുവാണ്. ദഹബ ബിന്തു മുഹമ്മദിൻ, അത് മാറില്ല. മുഹമ്മദിൻ്റെ എന്ന് പറയുന്ന ആ മുദാഫിലേഹിൻ്റെ ജറ് മാറില്ല. ഇനി വേറൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഞാൻ മുഹമ്മദിൻ്റെ മകളെ കണ്ടു. അതിൽ ഞാനാണ് ഫായിൽ, മുഹമ്മദിൻ്റെ മകൾ അവിടെ മഫ്ഊലാണ്. അപ്പോൾ മഫ്ഊലിന് നസ്ബാണ് നമുക്കറിയാം. അതുകൊണ്ട് എന്ത് പറയുക, ലഖൈത്തു അല്ലെങ്കിൽ റഅയ്തു, ഞാൻ കണ്ടു. ബിന്ത മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ മകളെ കണ്ടു. ഓക്കെ, അപ്പോൾ അവിടെ ബിന്ത എന്നായി. പക്ഷേ മുഹമ്മദിൻ എന്നുള്ളതിൻ്റെ ചിഹ്നം മാറിയിട്ടില്ല. ഇനി മുഹമ്മദിൻ്റെ മകളോട് ഞാൻ സലാം പറഞ്ഞു. അപ്പോൾ സല്ലംതു അല. അപ്പോൾ അല വന്നു കഴിഞ്ഞാൽ അടുത്ത വേർഡ് ജറാക്കണം നമുക്കറിയാം. അപ്പോൾ സല്ലംതു അല ബിന്തി മുഹമ്മദിൻ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ.